റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വയനാട്ടിൽ CPM നേതൃത്വത്തിലുള്ള ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചവർ പ്രതിസന്ധിയിൽ. 600-ലധികം പേരാണ് നിക്ഷേപം നടത്തിയിട്ടുള്ളത്. പണം നിക്ഷേപിച്ച വീട്ടമ്മ ജപ്തി ഭീഷണിയിലാണ്. മകളുടെ കല്യാണത്തിനായി നിക്ഷേപിച്ച 19 ലക്ഷം രൂപ തിരികെ നൽകിയില്ല എന്നാണ് ആരോപണം. കൽപ്പറ്റ സ്വദേശി നൌഷാദിന് 14 ലക്ഷം രൂപയാണ് ലഭിക്കാനുള്ളത്. പണം തിരികെ നൽകിയില്ലെങ്കിൽ AKG ഭവന് മുന്നിൽ ആത്മഹത്യ ചെയ്തുമെന്ന് നൌഷാദ് പറഞ്ഞു. നിരന്തരം എന്നോട് പറഞ്ഞ് ഇങ്ങനെ പൈസ ഈ ബ്രഹ്മഗിരിയിൽ ഇടുമെന്ന് പറഞ്ഞ് അങ്ങനെ. അപ്പം ഞാൻ അവരോട് കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ മകളുടെ കല്യാണമാണ്, കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള പൈസയാണ്, കല്യാണാലോചന വരുന്നുണ്ട്, അപ്പം അധികം ദിവസത്തേക്കൊന്നും കൂടുതൽ നാളത്തേക്ക് ഇടാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിന് 15 ദിവസം മുന്നേ ഞങ്ങളോട് പറഞ്ഞാൽ മതി, പൈസ തിരിച്ചു തരും എന്ന് പറഞ്ഞ് അങ്ങനെ അവർ നിരന്തരം പറഞ്ഞിട്ട് അങ്ങനെ അവർ പൈസ അവിടെ ഇടിയിച്ചതാണ്. നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇവർ കല്യാണത്തിന് ഒരാഴ്ച മുന്നേ വരെ ആയിട്ടും ഇവർ ആദ്യമൊക്കെ വിളിച്ചാൽ ഫോൺ എടുക്കുമായിരുന്നു. പിന്നെ ലാസ്റ്റ് നിമിഷം അവർ ആരും ഫോൺ എടുക്കാതെയായി. വേറെ പൈസ കടം വാങ്ങിയിട്ട് ചെറിയ രീതിയിൽ മകളുടെ കല്യാണം നടത്തി. കല്യാണം നടത്തിയത് ഞാൻ മരിച്ചാൽ പോലും എൻ്റെ ആ വിഷമം ഇല്ല. അത്ര ലളിതമായിട്ടായിപ്പോയി എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം ഞാൻ നടത്തിയത്. ഒരിക്കലും ഞാൻ ചത്ത് മണ്ണടിഞ്ഞു പോയാലും എൻ്റെ ആ വിഷമം തീരില്ല. അങ്ങനത്തെ ആയിപ്പോയി എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം ഞാൻ നടത്തിയത്. എന്നിട്ട് ലോൺ എടുത്ത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ ഉറക്കമില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ താമസിക്കുന്ന വീടും ഈ സ്ഥലവുമാണ് പണയപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ നിരന്തരം ഞങ്ങളോട് ആവശ്യപ്പെടുകയായിരുന്നു, പിന്നെ ഡെപ്പോസിറ്റ് മേടിക്കണം, പിന്നെ ഓരോരുത്തർക്ക് ടാർജറ്റ് കൊടുത്തിട്ട് ഡെപ്പോസിറ്റ് മേടിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ കൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്കിലുള്ള ക്യാഷ് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തത്. ഞാൻ 14 ലക്ഷം രൂപയാണ് 3 സമയങ്ങളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തത്. ഇത് സ്ഥാപനത്തിൽ ക്രമക്കേടുകൾ തുടങ്ങിയ സമയത്ത് തന്നെ ഞാനിതിൽ പരാതിപ്പെട്ടിരുന്നു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോടും പിന്നെ യൂണിയൻ നേതൃത്വത്തോടൊക്കെ പരാതിപ്പെട്ടു. പക്ഷേ അതിൽ നടപടി ഇല്ലാത്തത് കാരണം ഞാൻ ഈ പൈസ തിരിച്ചു ചോദിച്ചു. പൈസ തിരിച്ചു ചോദിച്ചിട്ട് ഇവർ തന്നില്ല. സ്ഥാപനം തുറക്കുന്ന മുറക്ക് എല്ലാവർക്കും പൈസ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ പാർട്ടിക്ക് കത്ത് കൊടുത്തു. ഏറ്റവും അവസാനം പിന്നെ പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ മുഖ്യമന്ത്രി വരെയുള്ള എല്ലാവർക്കും കത്ത് കൊടുത്ത് അറിയിച്ചു. കൊടുത്തതിന് പുറമെ ഇവരെ വാക്കും കേട്ടിട്ട് ഉപ്പാനോടും ഉമ്മാനോടൊക്കെ മേടിച്ചു കൊടുത്തു. അവരും എല്ലാവരും കുടുങ്ങി. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ പണം നിക്ഷേപിച്ചൊരു വീട്ടമ്മയുടെ ദുഃഖം, അവരുടെ കരച്ചിലാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രതികരണം വരികയാണ്. എത്ര പേരാണ് ഇങ്ങനെ പറ്റിക്കപ്പെട്ടിരിക്കുന്നത്? എന്താണ് ഇപ്പോൾ ഈ ബ്രഹ്മഗിരി സൊസൈറ്റി ഇതിനോട് നടത്തുന്ന പ്രതികരണം? എന്തുകൊണ്ട് പണം തിരികെ കൊടുക്കുന്നില്ല? സ്മൃതി, ഇറച്ചിക്കോഴി ഉൽപ്പാദനത്തിൽ സംസ്ഥാനത്തെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന കേരള ചിക്കൻ പദ്ധതിയിലേക്കും ഒപ്പം മലബാർ ബീറ്റിലേക്കും ഒക്കെ ഇറച്ചി ഉൽപ്പന്നങ്ങൾ സപ്ലൈ ചെയ്തിരുന്നത് ബ്രഹ്മഗിരിയിൽ നിന്നായിരുന്നു. CPM നേതൃത്വത്തിലുള്ള വയനാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ച 600-ലധികം നിക്ഷേപകർക്കാണ് പണം ലഭിക്കാതെ വർഷങ്ങളായിട്ടുള്ള ഇത്തരത്തിൽ ലക്ഷങ്ങൾ, അതായത് 50 ലക്ഷത്തിന് മുകളിലൊക്കെ നിക്ഷേപിച്ച നിരവധി ആളുകൾ പ്രതിസന്ധിയിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് ബ്രഹ്മഗിരി നേതൃത്വവുമായി ഈ സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റുമായി നിരവധി തവണ ഇവർ കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ പണം നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു വീട്ടമ്മയുടെ പ്രതികരണം നമ്മൾ കേട്ടത്. അവരുടെ മകളുടെ കല്യാണത്തിനായി സ്വരുക്കൂട്ടി വെച്ച പണം CPMൻ്റെ നേതൃത്വത്തിലുള്ള ഈ ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ നിക്ഷേപിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് പണം തിരികെ ലഭിച്ചില്ല. അതുമായി ബന്ധപ്പെട്ടവർ ആ പണത്തിനു വേണ്ടി മറ്റൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ആ ലോൺ അടയ്ക്കുവാൻ വേണ്ടി ഇപ്പോൾ കഷ്ടപ്പെടുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് അവരിപ്പോൾ ജപ്തി ഭീഷണിയിലുള്ളത്. അവരുടെ കണ്ണീരിൽ കുതിർന്ന വാക്കുകൾ നമ്മൾ കേട്ടു. അതോടൊപ്പം CPM നേതൃത്വത്തിലുള്ള ബ്രഹ്മഗിരി സൊസൈറ്റിയാണ്. പാർട്ടിക്ക് കൂടി ഉത്തരവാദിത്തമുണ്ട്. പാർട്ടിയുടെ നേതാക്കൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും പ്രധാനമാണല്ലോ. ഇപ്പോൾ പലയിടത്തു നിന്നായി പല രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ പ്രതിരോധത്തിലാവുന്ന വിഷയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ CPM അതിനെങ്ങനെ കാണുന്നു? ഇപ്പോൾ ഭരണ മുന്നണി കൂടിയാണ്, എന്താണ് പറയുന്നത്? സ്മൃതി, അതായത് വയനാട് ജില്ലാ നേതൃത്വത്തെയും അതോടൊപ്പം സംസ്ഥാന നേതൃത്വത്തെ അടക്കം ഇവർ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സമീപിച്ചതാണ്. ഈ സാമ്പത്തിക ബാധ്യത തീർക്കാനായി നിരവധി ആളുകൾ, കർഷകരായിട്ടുള്ള ആളുകളുണ്ട്, അതോടൊപ്പം വ്യാപാരികളുണ്ട്, അങ്ങനെയൊക്കെയുള്ള ആളുകൾ പണം നിക്ഷേപിച്ചു. അതൊന്നും തിരികെ ലഭിച്ചില്ല. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നേതൃത്വത്തെ സമീപിച്ചെങ്കിൽ നേതൃത്വം പറയുന്നത് ബ്രഹ്മഗിരി സൊസൈറ്റി ഇപ്പോൾ സാമ്പത്തിക ബാധ്യതയിലൂടെയാണ് കടന്നു പോകുന്നത്. സ്ഥാപനം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. സ്ഥാപനം ഉടൻ തുറക്കും. അതോടുകൂടി സാമ്പത്തിക ബാധ്യത തീർക്കാമെന്നാണ്. നേരത്തെ നമ്മൾ നൌഷാദിന്റെ പ്രതികരണം കേട്ടു. നൌഷാദ് 14 ലക്ഷം രൂപയാണ് ആദ്യം നിക്ഷേപിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ സ്ഥാപനം സാമ്പത്തിക പ്രതിസന്ധിയായ സമയത്ത് 2 ലക്ഷം രൂപ കൂടി കൂടുതൽ വായ്പയായി കൊടുത്തു. ആ വായ്പയിന്മേൽ പിന്നീടൊരു ചെക്ക് കേസ് വന്ന നൌഷാദ് പിന്നീട് ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം. നൌഷാദ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആത്മഹത്യാ ഭീഷണിയുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ CPM നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു അല്ലേ? എന്താണ് ഇപ്പോൾ പറയുന്നത്?
ഇപ്പോൾ വളരെ പ്രയാസത്തിലാണ്. പിന്നെ പലതവണയായിട്ട് ഞാൻ CPM നേതൃത്വത്തെയും സ്റ്റേറ്റ് കമ്മിറ്റി, മുഖ്യമന്ത്രി എല്ലാവരെയും ഞാൻ സമീപിച്ചു. പിന്നെ രേഖാമൂലം തന്നെ കൊടുത്തു. ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അതെന്താ സംഭവം? ഇവർ എൻ്റെ അടുത്ത് എൻ്റെ ഒരു സ്ഥലം വിറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്യാഷ് എൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു. ആ ക്യാഷ് ഞാൻ അദ്ദേഹത്തിന് സ്ഥലത്തിൻ്റെ ആൾക്ക് കൊടുക്കേണ്ട പൈസ ഞാൻ എൻ്റെ അക്കൗണ്ടിലിട്ട സമയത്ത് ഇവർ ഒരാഴ്ച കൊണ്ട് പൈസ തിരിച്ച് തരുമെന്ന് പറഞ്ഞിട്ട് ആ 2 ലക്ഷം രൂപ കൂടെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു. പക്ഷേ 3 വർഷമായിട്ടും ഇപ്പോൾ ഇന്ന ദിവസം വരെ ആ പൈസ എനിക്ക് തിരിച്ചു തന്നില്ല. ആകെ മൊത്തം 16 ലക്ഷം രൂപയാണ് തരാനുള്ളത് അല്ലേ? മൊത്തം പലിശ സഹിതം ഏതാണ്ട് 22 ലക്ഷം രൂപയുടെ അടുത്ത് തരാനുണ്ട്. അപ്പോൾ ഈ ചെക്ക് ഞാൻ അദ്ദേഹത്തിന് ഒരു ചെക്ക് കൊടുത്തിരുന്നു. ആ ചെക്കിൽ പൈസ ഇല്ലാതെ വന്നപ്പോൾ അദ്ദേഹം കേസിന് പോയി. 2 വർഷം കൊണ്ട് ചെക്ക് കേസിൽ വിധി വന്നു. ഞാൻ റിമാൻഡിലായി. 3 ദിവസം ഞാൻ റിമാൻഡിലായി. ഈ റിമാൻഡിലായ സമയത്തും ഞാൻ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞു എൻ്റെ പൈസ എങ്ങനെയെങ്കിലും തരണം. പണം ചോദിക്കുമ്പോൾ എന്താണ് മറുപടി എന്ന് കൂടി ചോദിച്ചു ദീപക്. അവർ പറയുന്നത് പല പരാതികളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരാളെ പരാതിയായിട്ട് പരിഹരിക്കാൻ പറ്റില്ല. ഫാക്ടറി തുറക്കുമ്പോൾ പരിഹരിക്കാനേ സാധിക്കുള്ളൂ, അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. പൈസ വേണം. പൈസ ചോദിച്ചപ്പോൾ എന്താ മറുപടി പറയുന്നത് അവർ? ജില്ലാ സെക്രട്ടറി അവർ പറയുന്നത് ഫാക്ടറി തുറന്നാലേ പൈസ തരാൻ പറ്റുള്ളൂ, അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഫാക്ടറി തുറക്കുന്നവരെ കാത്തു നിൽക്കാനുള്ള ഒരു സിറ്റുവേഷനിലല്ല ഞാനുള്ളത്. ശരി, 600ഓളം നിക്ഷേപകരാണ് ഇപ്പോൾ ബുദ്ധിമുട്ടുന്നത്. 1-2 ലക്ഷമല്ല, 19 ലക്ഷം നിക്ഷേപിച്ച ഒരു വീട്ടമ്മയാണ് മകളുടെ കല്യാണത്തിന് പോലും തുക തിരികെ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല എന്ന് കരഞ്ഞ് പ്രതികരിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം എത്തുകയാണ്. പല നേതാക്കൾക്കും പരാതി നൽകി, മുഖ്യമന്ത്രിക്കടക്കം കത്ത് നൽകിയെന്നാണ് നിക്ഷേപകർ പരാതിപ്പെടുന്നത്.